നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കുവൈത്തിലെ എണ്ണ ഖനന കേന്ദ്രത്തിൽ വീണ്ടും അപകടം. കണ്ണൂർ കൂടാളി സ്വദേശിക്ക് ദാരുണാന്ത്യം. നൈജീരിയയിൽ ബോക്കോ ഹറാം ഭീകരർ 12 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഗ്രാമം അഗ്നിക്കിരയാക്കി. പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസ് CPM സ്ഥാനാർത്ഥിയടക്കം 2 പേർക്ക് 20 വർഷം കഠിന തടവ്. സ്കൂൾ ഇല്ലാത്തിടത്ത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സർക്കാർ സ്കൂൾ സ്ഥാപിക്കണം. എയ്ഡഡ് വേണ്ട, സുപ്രീം കോടതി. ദേശീയ ലേബർ കോൺക്ലേവ് ഡിസംബർ 19 തിരുവനന്തപുരത്ത്. മാങ്കൂട്ടത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് പ്രാദേശിക നേതാക്കൾ. KC വേണുഗോപാൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നൈജീരിയയിലെ മുസ ജില്ലയിൽ നിന്ന് ബൊക്കോ ഹറാം തീവ്രവാദികൾ കൗമാരപ്രായക്കാരായ 12 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. കൃഷിയിടങ്ങളിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ വൈകുന്നേരം 5 മണിയോടെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. മുകുമേരി ഗ്രാമത്തിൽ 2 മണിക്കൂറിലധികം നീണ്ട ആക്രമണം നടത്തിയ തീവ്രവാദികൾ വീടുകളും വാഹനങ്ങളും കടകളും ഉൾപ്പെടെ ഗ്രാമം കത്തിക്കുകയും ചെയ്തു. അസ്കിറ ഉബയിൽ കൃഷിയിടത്തിൽ നിന്ന് മടങ്ങിയായിരുന്ന 12 സ്ത്രീകളെ ബൊക്കോ ഹറാം തീവ്രവാദികളെന്ന് സംശയിക്കുന്നവർ ആണ് തട്ടിക്കൊണ്ടുപോയത്. ബോർണോ സ്റ്റേറ്റ് പോലീസ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ SI ഹാം പറഞ്ഞു. മകുമേരി ഗ്രാമത്തിൽ പുലർച്ചെ 1:30 മോട്ടോർ സൈക്കിളുകളിലെത്തിയ തീവ്രവാദികൾ വീടുകൾക്കും മറ്റും തീയിടുന്നതിന് മുമ്പ് ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. പുലർച്ചെ 3 മണിയോടെ ആക്രമികൾ രക്ഷപ്പെട്ടു. ആക്രമണത്തിന് ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് തങ്ങുന്നുണ്ട്. നൈജീരിയയിൽ സായുധ സംഘങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആയുധധാരികളായ ഒരു സംഘം നൈജീരിയൻ തലസ്ഥാനമായ അബുജയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഒരു സ്വകാര്യ കത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ച് കയറി 100 കണക്കിന് സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ആക്രമണത്തിനിടെ ചില വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടെങ്കിലും 215 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയതായി ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചു. മതപരമായ ലക്ഷ്യങ്ങളോടുകൂടി ആക്രമണങ്ങൾ, വംശീയ സാമുദായിക സംഘർഷങ്ങൾ എന്നിവയാൽ രാജ്യം വലയുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആഴ്ച തന്നെ നിരവധി പേരെയാണ് ഇത്തരത്തിൽ ആക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ CPM സ്ഥാനാർത്ഥിയടക്കം 2 പേർക്ക് തടവ് ശിക്ഷ. പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥിയും DYFI നേതാവുമായ വെള്ളൂർ കാർമലിലെ VK നിഷാദ് 35, അന്നൂരിലെ TCV നന്ദകുമാർ 36 എന്നിവർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായി 20 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. എന്നാൽ ഇരുവരും 10 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി. കേസിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. അതേസമയം കേസിലെ മറ്റു 2 പ്രതികളായ വെള്ളൂർ 6 വയലിലെ മിഥുൻ 35, ആലൻകീഴിൽ കുനിയേരിയിലെ KV കൃപേഷ് 38 എന്നിവരെ വെറുതെ വിട്ടിരുന്നു. 2012 ഓഗസ്റ്റ് 1 സംഭവം. അരിയിലെ MSF നേതാവ് ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനത്തിനിടെയായിരുന്നു ബോംബ് ഏറ്. ശിക്ഷാവിധി 1-ാം പ്രതി നിഷാദിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നാണ് നിയമ വിദഗ്ധരുടെ വിലയിരുത്തൽ. നിഷാദ് DYFI പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയും നിലവിൽ പയ്യന്നൂർ കാറമൽ വെസ്റ്റ് കൗൺസിലറുമാണ്. ഇത്തവണ മൊട്ടമ്മൽ വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. പത്രിക നൽകുന്ന സമയത്ത് ശിക്ഷ വിധിക്കാത്തതിനാൽ മത്സരിക്കുന്നതിൽ തടസ്സമില്ല. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ CPM വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം M ഹരീന്ദ്രൻ പത്രിക പിൻവലിച്ചിട്ടില്ല. നിഷാദിനെ മത്സരിക്കാൻ തടസ്സമുണ്ടായാൽ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കാനാണിത്. ആകൂട്ടത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നെങ്കിൽ മറുപടി പറയേണ്ടത് പ്രാദേശിക നേതാക്കൾ. KC വേണുഗോപാൽ. ഗുരുതര ലൈംഗിക ചൂഷണ പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാകുന്നതിൽ മറുപടി പറയേണ്ടത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തനിക്ക് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പീഡന ആരോപണം വന്നപ്പോൾ തന്നെ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു മാറ്റി നിർത്തിയതാണ്. കോൺഗ്രസിൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോൾ സ്ഥാനമില്ലെന്നും വേണുഗോപാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി. എന്നാൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് കയറുതെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. തന്നോട് പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസിനും UDFനും വേണ്ടി പ്രചാരണം നടത്തുമെന്നും മാധ്യമങ്ങളോട് മാങ്കൂട്ടത്തിൽ പറഞ്ഞു.
എന്നാൽ പുറത്തു വന്ന ശബ്ദരേഖ നിഷേധിക്കാനോ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാനോ മാങ്കൂട്ടത്തിൽ ഇന്നും തയ്യാറായില്ല. മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി അതങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. പാർട്ടി നടപടി നേരിട്ടാൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് മറുപടി പറയുമെന്ന് ഉത്തരം നൽകി. ഒഴിഞ്ഞു മാറി. അതേസമയം കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പരിപാടികളിലും ഇനി മാങ്കൂട്ടത്തിന് പങ്കെടുപ്പിക്കില്ലെന്ന് മുതിർന്ന നേതാവ് K മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിന് തുടക്കം. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പോളിംഗ് ഡ്യൂട്ടി ലഭിച്ച പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ 1 എന്നിവർക്കായി കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലനം തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷക R കീർത്തി ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9:30, ഉച്ചയ്ക്ക് 1:30 എന്നിങ്ങനെ 2 ബാച്ചുകളായാണ് പരിശീലനം നൽകിയത്. പോളിംഗ് ബൂത്ത് ക്രമീകരണങ്ങൾ, മറ്റ് നടപടി ക്രമീകരണങ്ങൾ എന്നിവയിൽ വിശദമായ ക്ലാസുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിശീലനം നൽകി. കണ്ണൂർ കോർപ്പറേഷൻ റവന്യൂ ഇൻസ്പെക്ടർ OK ബിനീഷ്, ജനനമരണ രജിസ്ട്രാർ K ദിലീപ് എന്നിവരാണ് ക്ലാസുകൾക്ക് എടുത്തത്. കണ്ണൂർ കോർപ്പറേഷൻ സെക്രട്ടറി ജയകുമാർ അധ്യക്ഷത വഹിച്ചു. റിട്ടയറിംഗ് ഓഫീസർമാരായ K മനോഹരൻ, അജിമോൻ, ലൈസൺ ഓഫീസർ ഡോക്ടർ പ്രിയ എന്നിവർ സംസാരിച്ചു. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലെ പോളിംഗ് ഡ്യൂട്ടി ലഭിച്ച പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ 1 എന്നിവർക്കായി കണ്ണൂർ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലനത്തിന് റിട്ടേണിംഗ് ഓഫീസറായ S വന്ദന, ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ സെക്രട്ടറി TV നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. വേണുഗോപാലൻ, സുധീർ ജീവാനന്ദൻ എന്നിവരായിരുന്നു മറ്റ് റിസോഴ്സ് പേഴ്സണൽമാർ. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിക്കൂർ, കണ്ണൂർ, എടക്കാട്, തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂർ, ഇരിട്ടി, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിനും തുടക്കമായി. നവംബർ 28 വരെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് കേരളത്തിന്റെ നിർദ്ദേശം നൽകി സുപ്രീം കോടതി. 1 കിലോമീറ്റർ ചുറ്റളവിൽ LP സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ LP സ്കൂളുകൾ സ്ഥാപിക്കണം. 3 കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ UP സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. എടാമ്പ്രയിൽ സർക്കാർ LP സ്കൂൾ ആരംഭിക്കണമെന്ന ആവശ്യം സംബന്ധിച്ച് ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 30ാമത് IFFK ആദ്യ ദിനം 5000 കടന്ന് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 30ാമത് IFFKയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ മികച്ച പ്രതികരണം. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി മണിക്കൂറുകൾക്കും തന്നെ 5000-ൽ പരം പേർ പ്രതിനിധികളായി രജിസ്റ്റർ ചെയ്തു. 16 തിയേറ്ററുകളായി നടക്കുന്ന മേളയിൽ 12,000-ഓളം ഡെലിഗേറ്റുകൾക്ക് പങ്കെടുക്കാം. വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 1180 രൂപയും വിദ്യാർത്ഥികൾക്ക് GST ഉൾപ്പെടെ 590 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. പൊതുവിഭാഗം, വിദ്യാർത്ഥികൾ, ഫിലിം സൊസൈറ്റി, ഫിലിം ആൻഡ് പ്രൊഫഷണൽസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലേക്കും ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്താം. മേളയുടെ മുഖ്യവേദിയായ ടാഗോർ തിയേറ്റർ പരിസരത്ത് സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെൽ മുഖേന നേരിട്ടും രജിസ്ട്രേഷൻ നടത്താം. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗം, മുൻനിര ചലച്ചിത്ര മേളകളിൽ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ നൗ, മലയാള സിനിമ ടുഡേ, കൺട്രി ഫോക്കസ് വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ, മൺമറഞ്ഞ ചലച്ചിത്ര പ്രതികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് വിഭാഗം തുടങ്ങിയ പാക്കേജുകൾക്ക് 30ാമത് IFFKയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ജൂറി അംഗങ്ങളും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 200-ൽ പരം അതിഥികൾ മേളയിൽ പങ്കെടുക്കും. മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം, മീറ്റ് ദ ഡയറക്ടർ ഇൻ കോൺവെർസേഷൻ, എക്സിബിഷൻ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. ദേശീയ ലേബർ കോൺക്ലേവ് ഡിസംബർ 19 തിരുവനന്തപുരത്ത്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ ലേബർ കോൺക്ലേവ് ഡിസംബർ 19 തിരുവനന്തപുരത്ത് നടക്കും. കോൺക്ലേവിൽ പങ്കെടുക്കാൻ BJP ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ വകുപ്പ് മന്ത്രിമാരെ ക്ഷണിക്കുമെന്ന് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. തൊഴിൽ നിയമ വിദഗ്ധർ, കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും. കുവൈത്തിലെ എണ്ണ ഖനന കേന്ദ്രത്തിൽ വീണ്ടും അപകടത്തിൽ കണ്ണൂർ കൂടാളി സ്വദേശി പിരിയപ്പൻ രാജേഷ് 38 മരിച്ചു. നോർത്ത് കുവൈത്തിൽ അബ്ദുള്ളയിൽ സ്ഥിതി ചെയ്യുന്ന റൗതൈൻ റിഗിൽ ആണ് അപകടം നടന്നത്. ഡ്രിൽ ഹൗസ് തകർന്നു വീണാണ് അപകടം. നവംബർ 12-നുണ്ടായ അപകടത്തിൽ തൃശൂർ, കൊല്ലം സ്വദേശികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. പരേതനായ പിരിയപ്പൻ പുരുഷോത്തമൻ്റെയും സതിയുടെയും മകനാണ്. മൃതദേഹം ഇന്ന് അർദ്ധരാത്രിയോടെ കോഴിക്കോട് വിമാനത്താവളം വഴി നാട്ടിലെത്തിക്കും. ഭൗതിക ശരീരം നാളെ രാവിലെ 9 മണി മുതൽ കൂടാളി
ടൗൺ സ്ക്വയറിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് വീട്ടിലേക്ക് എത്തിക്കും. 10 മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കും. ഡിവൈഎഫ്ഐ കൂടാളി ടൗൺ യൂണിറ്റ് സെക്രട്ടറി, SN കോളേജ് യൂണിറ്റ് SFI കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആൻറ്റി ഡിഫൈസൻറ്റ് സ്ക്വാഡ് 1586 പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ആൻറ്റി ഡിഫൈസ്മെൻറ്റ് സ്ക്വാഡ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച 1586 പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തു. നവംബർ 20 മുതൽ 24 വരെ നടന്ന പരിശോധനയിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച നോട്ടീസുകൾ, ബാനറുകൾ, ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള നീക്കം ചെയ്തത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നടത്തുന്ന പ്രചാരണ പരിപാടികൾ നിയമപരമാണോ എന്ന് പരിശോധിക്കുകയാണ് സ്ക്വാഡിൻ്റെ പ്രധാന ഉത്തരവാദിത്തം. പ്രചാരണ പരിപാടികളുടെ നിയമാനുസൃത സ്ക്വാഡ് പരിശോധിക്കും. നിയമപരമല്ലാത്ത പ്രചാരണ പരിപാടികൾ ഉടൻ നിർത്തിവെപ്പിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകും. അനധികൃതമായോ നിയമ ലംഘനമായോ സ്ഥാപിച്ച നോട്ടീസുകൾ, ബാനറുകൾ, ചുവരെഴുത്തുകൾ, പോസ്റ്ററുകൾ, ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകും. നിർദ്ദേശം പാലിക്കുന്നില്ലെങ്കിൽ അവ നീക്കം ചെയ്തതിന് നടപടി സ്വീകരിക്കും. അതിൻ്റെ ചെലവ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കും. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെയും നിരീക്ഷകരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി സ്ക്വാഡ് നടപടി സ്വീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് പൊതുജനങ്ങൾക്ക്, സ്ഥാനാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാതല ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കാം. ഹെൽപ്പ് ഡെസ്ക് നമ്പർ 82 81 264 764 0497 941 299. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.